പറ്റണില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ് ഔട്ട് ഉപയോഗിച്ചങ്ങായിട്ട് സബിന് കൊടുക്കാം. അപ്പോൾ ഏതാണ് ആയ സ്വിച്ച് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഊളിയും ഇതിൻ്റെ ഊളിയും കയറ്റി കഴിഞ്ഞാൽ അത് കയറിക്കോളും. അതിനാണ് ഗ്രൂപ്പിൻ്റെ ഉപയോഗം രണ്ടാണ്. ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒന്ന് ഔട്ട് എടുക്കാനും. ഞാൻ ഔട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിവിടെ സ്വിച്ചും കൂടി വെച്ചിട്ടുണ്ട് ഒരു എക്സ്ട്രാ. ഈ ഓക്സ് നമുക്ക് ഈ 4 ഓക്സ് ഇല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ 4 ഓക്സിനെ നമുക്ക് ഈ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കൂടി ഇവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ വേണ്ട, നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ കൺസോളിൻ്റെ കാര്യം ഉണ്ട് ഞാൻ പറയണേ. വേറെ കൺസോളിൽ വേറെ ലെവലായിരിക്കുള്ളൂ. ഞാൻ ഈ കൺസോളിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അല്ലാത്ത കൺസോളിന് ക്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി അൺലോക്ക് കൺസോളിലുണ്ട്. നമുക്ക് അത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും ക്യൂ. അതേപോലെ തന്നെയാണ് ഇതിനിവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഓർമ്മാക്കണം ഈ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ. പിന്നെ ഒരു 4 സ്വിച്ച് കൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. ആ 4 സ്വിച്ച് കൂടാതെ ഒരു 4 സ്വിച്ച് കൂടി വെച്ചിട്ടുണ്ട്. അത് ഗ്രൂപ്പിന് വിട്ട്. ഇപ്പം നമുക്കൊരു കൊയറാ ഒരു 10 ആളാ 5 ആളാ പാറിന് അവർ ഒന്നിച്ച് ഒറ്റയടിക്ക് നോട്ട് ചെയ്യണം. നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് ഏതൊക്കെ ചാനലാണോ ആ ചാനൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. ഹലോ ചെക്ക് എത്ര ചാനൽ സെലക്ട് ചെയ്യുന്നു ഇതിൽ കിട്ടും നമുക്ക്. അതിനാണ് ഇവിടെ ഒരു ഗ്രൂപ്പിനോട്ട് സ്വിച്ച് വെച്ചേക്കണവർ. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് ഒരു 5 ആൾ 6 ആളൊക്കെ ഒന്നിച്ച് പാടുന്ന ഒരു കൊയറാ ഒക്കെയാണ് നമുക്ക് ഒറ്റയടിക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു ഡ്രം കിറ്റ്, ഒരു 5-6 മൈക്ക് ഒന്നിച്ച് നോട്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ വെച്ചേക്കണത്. അതിനാണ് ഒരു ഗ്രൂപ്പിനോട്. പിന്നെ ഒരു പി എഫ് എൽ വെച്ചേക്കണം. നമ്മളെ സിഗനല് ഇൻപുട്ട് സിഗനല് നമുക്കിവിടെ ഇൻഡിക്കേറ്റർ നേക്കണം. ഈ 5 പോയിന്റ് ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുള്ള് വേണമെങ്കിൽ പീക്ക് ലെവൽ കാണണമെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഈ മോണോൻ്റെ ഇതിലേക്ക് ആ പി എഫ് എൽ അടിച്ചു കഴിഞ്ഞാൽ മോണോയിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് പി എഫ് എൽ ഇൻപുട്ട് സിഗനൽ എന്തോരം വരണമെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ ഒരു പി എഫ് എൽ സ്വിച്ച് വെച്ചേക്കുന്നത്. അതെല്ലാ കൺസോൾക്കും ഒരു പി എഫ് എൽ ഉണ്ട്. ഈ പി എഫ് എൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനൊന്നൊരു നമ്മൾ ഇവിടുന്ന് ഈ ഔട്ട് എടുക്കില്ല, ഇവിടുന്ന് ഫോൺ ഔട്ട് എടുക്കും. നമ്മൾ ഹെഡ്ഫോൺ ഔട്ട് അതേപോലത്തെ ഔട്ടൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലും ബോക്സിലൊക്കെ കൊടുത്തിട്ടേക്കണെങ്കിൽ ഈ പി എഫ് എൽ നമുക്ക് ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എഫ് എൽ അമക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇതിനകത്ത് ഈ ഔട്ടിനാണ് ഈ ഹെഡ്ഫോണിലേക്ക് ഔട്ടില്ലേ ആ ഔട്ടിലേക്ക് ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. വോളിയം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവും. അത് നമ്മൾ ആ കൺസോളിലാണെങ്കിൽ ഏത് കൺസോളിൽ പി എഫ് എൽ അമുക്കുമ്പോൾ ഇതേപോലത്തെ കൺട്രോളില്ലേ എക്സ്ട്രാ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ടുണ്ടാവും. ഹെഡ്ഫോണോ മോണോ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് ബൂസ്റ്റ് ആക്കി വരും ഔട്ട്പുട്ട്. അപ്പോൾ പി എഫ് എൽ അമുക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു സെക്ഷനാണ് ഞാൻ പറഞ്ഞു തീർത്തത്. ഈക്വലൈസർ വെച്ചാൽ ഈ 4 ബാൻഡ് ഈക്വലൈസറാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനകത്ത് 2 വോളിയം കൺട്രോൾ തന്നിട്ടുണ്ട്. ഈ 4 ബാൻഡ് ഈക്വലൈസർ തന്നപ്പോൾ നമുക്ക് ഇത്ര ഈക്വലൈസറാണ് നമുക്ക് തന്നേക്കുന്നത്. 31 ബാൻഡ് ഈക്വലൈസറാണ് തന്നേക്കുന്നത്. 31 ബാൻഡ് ഈക്വലൈസർ ഇവർ ഈ 4 കൺട്രോളായിട്ട് തന്നേക്കുന്നത്. ഈ 4 കൺട്രോളായിട്ട് തന്നിട്ട് നമുക്ക് ഒരേ കൺട്രോൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ വെച്ചാൽ 500 തുടങ്ങി ഈ 3K വരെയുള്ള ഇത്രയും പോർഷൻ ഒരു കൺട്രോളിലും, പിന്നെ ഒരു 80 ഹെർട്സ് തുടങ്ങി 1K വരെ അതിൻ്റെ അടുത്ത കൺട്രോളും നമുക്ക് തന്നേക്കണം. ഒന്നുകൂടി പറഞ്ഞു പോകണം കേട്ടോ. അപ്പം ഈ കൺട്രോള് എവിടെ വെക്കുന്നോ അത് വെച്ചിട്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ അടിയിൽ ഒരു വോളിയം കൺട്രോൾ ഉണ്ടാകും. ഇങ്ങനെ കയറ്റാൻ ഇറക്കാനുള്ള ഒരു വോളിയം കൺട്രോൾ ഇതിനുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഈ കൺട്രോൾ മാത്രം തിരിച്ചു വെച്ചുകൊണ്ട് നമുക്കത് വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് ഇതിനടിയിൽ ലോക്ക് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 80 ഹെർട്സ് തുടങ്ങി 1K വരെയാണ് നമുക്ക് ലോ മിഡ് തന്നേക്കുന്നത്. അതിനും അവരൊരു കൺട്രോൾ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചിട്ട് ഇത് ഏതിലാണ് സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്ത് കുറക്കാനാണോ കൂട്ടാനാണോ ആലോചിക്കാനോ ഒരു കൺട്രോൾ കൂടെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒക്ടേവ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ 10 ഒക്ടേവാണ് നമുക്കുള്ളത്. ഇങ്ങനെ 3 വെച്ച് 10 ഒക്ടേവാണ്. പക്ഷെ ഇത് സാധാരണ നമ്മൾ ഏത് ഫ്രീക്വൻസി കട്ടായാലും ഡിജിറ്റലായാലും അൺലോഗ് ആയാലും ഏത് ഫ്രീക്വൻസി കട്ടായാലും ഇങ്ങനെ 3 കൂടി കട്ടാവണം. പക്ഷെ അൺലോഗിലേക്ക് വരുമ്പോൾ ഇത് കട്ടാവുന്നത് ഒരു 4-5 ഇങ്ങനെ കട്ടാവുന്നത്.
ഇപ്പൊ ഡിജിറ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉള്ള കാരണം കൊണ്ട് അത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം, അല്ലെ ഇങ്ങനെ കൊണ്ടുവരാം. പക്ഷെ ഇതിനകത്ത് ഇതിങ്ങനെ തന്നെ കട്ടാവുള്ളൂ. ഇങ്ങനെ തന്നെ കട്ടാവുമ്പോൾ അത് 4-5 ഫ്രീക്വൻസി ഒന്നിച്ചാണ് കട്ടാവുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണത് മനസ്സിലായില്ല. ഈ ഫ്രീക്വൻസി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 4-5 ഫ്രീക്വൻസി കൂടിയാണ് കട്ടാവണത്. മറ്റേതാവുമ്പോൾ നമുക്ക് ഡിജിറ്റലിലേക്കൊക്കെ ആകുമ്പോൾ അത് ക്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാകും, നേരൊക്കെ ആക്കാനോ ചെറുതാക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെ കട്ടാവണം, ഒറ്റയടിക്ക് 4-5 ഒന്നിച്ച് കട്ടാവണം. കട്ടാന്ന് വെച്ചാൽ ഒന്നിച്ച് ഇങ്ങനെ കട്ടാവില്ല, ഇങ്ങനെ സ്ലോപ്പായിട്ട് കട്ടാവെന്ന് പറഞ്ഞു. അപ്പോൾ അതിനപ്പുറത്ത് ഇപ്പുറത്തെ ഫ്രീക്വൻസി അതിൻ്റെ കൂടെ കുറയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ, ഈ സ്വിച്ചിൻ്റെ കാര്യം മനസ്സിലായില്ലേ, എന്തിനു ഉപയോഗിക്കണത്. ഇതിൻ്റെ മുകളിൽ പാനം പവർ DI പോളാർ പാറ്റേൺ മൈക്ക്, മറ്റേ പാനം പവർ മൈക്കുകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ ഈ സ്വിച്ച് വെച്ചേക്കുന്നത്. ഇത് ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് ഈ മൈക്കിനും സംഭവിക്കാനൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ മൈക്കൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ മൈക്കില്ല ബീറ്റഡൊക്കെ മറ്റേ 400 രൂപ മേടിക്കുന്ന മൈക്ക്, അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് കംപ്ലൈൻറ്റ് വരുമെന്ന് പറയുന്നുണ്ട്. അതിന് കറക്റ്റാണോ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ ഇതിനൊത്തൊന്നുമല്ല, എനിക്കറിയുന്ന ഒരു അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഈ കൺസോളിൻ്റെ കാര്യം ഏകദേശം മനസ്സിലായില്ലേ. ഒരു കൺസോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനം നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ